വളരെ പ്രധാനപ്പെട്ടൊരു വാർത്ത വരികയാണ്. നിലമ്പൂരിൽ PV അൻവറിന്റെ പത്രിക തള്ളി. അരുൺ അമൃത ചേരുന്നു. അരുൺ, എന്താണ് തള്ളാനുള്ള കാരണം? സ്ഫോടനാത്മകമായ ഒരു വാർത്തയാണോ? എല്ലാ പത്രികയും തള്ളി എന്താണോ, അതോ ഒരു സെറ്റ് പത്രിക മാത്രമാണോ തള്ളിയത്? രതീഷ്, 2 സെറ്റ് പത്രികകളാണ് PV അൻവർ സമർപ്പിച്ചത്. അതിൽ ഒരു സെറ്റാണ് തള്ളിയിരിക്കുന്നത് നിലവിൽ. അതായത് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നൽകിയ പത്രികയാണ് തള്ളിയത്. അത് തള്ളിയാലും അൻവറിന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാം, സ്ഥാനാർത്ഥിത്വത്തിന് പ്രശ്നം ഉണ്ടാക്കില്ല എന്നുള്ളതാണ്. പക്ഷെ അതിലൂടെ അവസാനവട്ട ചർച്ചകൾ നടക്കുന്നു. അഭിഭാഷകർ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നുണ്ട്. അത് നേരത്തെ തന്നെ PV അൻവർ വ്യക്തമാക്കിയതാണ്. തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള പാർട്ടിയല്ല. അപ്പോൾ അതിന്റേതായ സാങ്കേതിക വശങ്ങളുണ്ട്, സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് ഇപ്പോൾ ആശയക്കുഴപ്പം നിലനിന്നിരുന്നത്. ആ സെറ്റ് പത്രികയാണ് തള്ളിയിട്ടുള്ളത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി PV അൻവറിന് മത്സരിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. PV അൻവർ നേരിട്ട് എത്തുക കൂടി ചെയ്തു. പെരിന്തൽമണ്ണ സബ് കളക്ടർ ഓഫീസിൽ സൂക്ഷ്മ പരിശോധന നടക്കുന്ന സ്ഥലത്തേക്ക് PV അൻവർ നേരിട്ടെത്തി. അതിന് രാഷ്ട്രീയ സ്ഥാനാർത്ഥിത്വത്തിൽ ഭീഷണിയില്ല. ഈ ഒരു സെറ്റ് പത്രിക ഒരുപക്ഷെ തള്ളിയേക്കാം എന്നത് അവർ കൂടി പ്രതീക്ഷിച്ചതായിരിക്കാം അല്ലെ? ഈ പത്രിക തയ്യാറാക്കിയ അഭിഭാഷകർ ഉൾപ്പെടെ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെട്ട സംഘം അതൊരുപക്ഷെ നേരത്തെ കരുതിയിരുന്നതായിരിക്കാം അല്ലേ? അതെ, അത് PV അൻവർ ഇന്നലെ തന്നെ വ്യക്തമാക്കിയതാണ്. പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ അതിന് സാങ്കേതിക തടസ്സമുണ്ട്. അതല്ലെങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കാനുള്ള ഓട്ടോറിക്ഷയോ മറ്റ് ചിഹ്നങ്ങളോ നോക്കാമെന്ന് PV അൻവർ ഇന്നലെ തന്നെ പറഞ്ഞതാണ്. അതിൽ അസ്വാഭാവികമായ ഒന്നും നിലവിലില്ല. നിലവിൽ അതിൽ ഒരു അവസാനവട്ട ചർച്ചകൾ കൂടി നടക്കുന്നുണ്ട്. എന്തായാലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി PV അൻവറിന് മത്സരിക്കാൻ സാധിക്കും. സ്ഥാനാർത്ഥിത്വത്തിന് വെല്ലുവിളി ഉണ്ടാക്കില്ല. രതീഷ്, അരുൺ അമർനാഥാണ് വിവരങ്ങൾ നൽകുന്നത്. PV അൻവറിന്റെ ഒരു സെറ്റ് പത്രികയാണ് തള്ളിയത്. നിലമ്പൂരിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി TMC സ്ഥാനാർത്ഥി എന്ന നിലയിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച പത്രിക സമർപ്പിച്ച മുൻ MLA PV അൻവറിന്റെ ഒരു സെറ്റ് പത്രിക തള്ളിയിരിക്കുന്നു. 2 സെറ്റ് പത്രികകളാണ് അദ്ദേഹം സമർപ്പിച്ചത്. അതിൽ ഒരു സെറ്റ് പത്രിക മാത്രമാണ് തള്ളിയത്. മറ്റ് രണ്ടാമത്തെ സെറ്റ് പത്രിക അതിന്റെ സൂക്ഷ്മ പരിശോധന നടക്കുന്നുണ്ട്. TMC സ്ഥാനാർത്ഥി എന്ന നിലയിൽ, തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ സമർപ്പിച്ച പത്രികയാണ് ഇപ്പോൾ തള്ളിയത്. സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് പത്രിക തള്ളിയത് എന്നാണ് അരുൺ അമർനാഥ് നൽകുന്ന വിവരം. അരുൺ, മത്സരകാര്യത്തിൽ PV അൻവറിനെ അനുകൂലിക്കുന്ന ആളുകൾക്ക് ആശങ്ക വേണ്ട എന്നതിപ്പോൾ ഉറപ്പിക്കാമോ? രണ്ടാമത്തെ സെറ്റ് പത്രികയും സൂക്ഷ്മ പരിശോധന കഴിഞ്ഞോ? ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയായോ അൻവർ? അത് രണ്ടാമത്തെ സെറ്റ് പത്രികയിൽ സൂക്ഷ്മ പരിശോധനയിൽ പ്രശ്നങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല. അത് യോജിച്ച രീതിയിൽ അത് പാസ്സാക്കും എന്നുള്ളത് തന്നെയാണ് നിലവിൽ അറിയുന്നത്. അത് സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതിനാൽ തന്നെ PV അൻവറിന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ സാധിക്കും. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് നൽകിയ പത്രികയിലാണ് അത്തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളുള്ളത്, സാങ്കേതിക തടസ്സങ്ങളുള്ളത്. അതുമായി ബന്ധപ്പെട്ടാണ് പത്രിക തള്ളിയിരിക്കുന്നത് നിലവിൽ എന്നുള്ളതാണ്. ഈ ഘട്ടത്തിൽ ഒരു അവസാനവട്ട ചർച്ചകൾ അഭിഭാഷകരും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരുമായി നടക്കുന്നു എന്നുള്ളതാണ് നിലവിൽ നമ്മൾ അറിയുന്നത്. പെരിന്തൽമണ്ണ സബ് കളക്ടർ ഓഫീസിലാണ് അത്തരത്തിൽ സൂക്ഷ്മ പരിശോധന നടക്കുന്നത്. PV അൻവർ ഇവിടെ നേരിട്ട് എത്തുക കൂടി ചെയ്തിരുന്നു. അവിടെ രാഷ്ട്രീയ മറുപടി കൂടിയാണ് PV അൻവർ പറയുന്നത്. 2011-ലും 2016-ലും ഒക്കെ 2021-ലും ഒക്കെ അന്ന് മുതൽ മത്സരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആശയക്കുഴപ്പം ഉണ്ടായില്ല. അന്ന് നേരിട്ട് എത്തിയതുമില്ല. ഇത്തവണ ഒരു അട്ടിമറിക്ക് സാധ്യതയുണ്ട്. കാരണം താൻ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്.